ഹായ് ഗായ്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് സിർലാക്കാണ്. അതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് ബസുമതി റൈസ് 1 കപ്പ്, പുട്ടുകടല, അവൽ, കാഷ്നട്ട്, കിസ്മിസ്. ഇത്രയാണ് നമുക്ക് ഇതിനായിട്ട് ഇപ്പോൾ ആവശ്യമുള്ളത്. വാൽനട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വാൽനട്ട് 1-2 ഒക്കെ ഇടാം. എൻ്റെ മോൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ബദാം ചൂസ് ചെയ്യേണ്ടവർക്ക് ബദാമൊക്കെ എടുക്കാം. അപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണ്ട. കുട്ടികൾക്ക് ഒരുപാട് ഇപ്പം വാൽനട്ടൊക്കെ ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പം ഒത്തിരി ഒന്നും ക്വാണ്ടിറ്റി കൂട്ടാതെ ഇത് ഹെൽത്തി ആയിട്ട് 2-3 വെച്ചിട്ട് വേണമെങ്കിൽ വാൽനട്ടും അതുപോലെ തന്നെ നമ്മുടെ ബദാമും ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ബസുമതി റൈസ് എടുത്തിരിക്കുന്നത് രാവിലെ കഴുകി നമ്മൾ മറ്റേ വെള്ളം പോകാനായിട്ട് തോർന്നതാണ്. എന്നിട്ട് ഇപ്പോൾ നല്ല ഇതായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവലും ജസ്റ്റ് ഒന്ന് പാറ്റി എടുത്തതാണ്. അപ്പോൾ അതെല്ലാം ഇത് നമ്മൾ പാറ്റെടുത്തു. ഇനി നമുക്കിത് വേണ്ടത് നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കി, ഒന്ന് ചെറിയതായിട്ട് ഡ്രൈ ആക്കി നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ബസുമതി റൈസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞോ അങ്ങനെ പോകണ്ട. നമുക്കൊന്ന് ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇതൊന്ന് ചൂടാക്കിയാൽ മതി റൈസ്. കുട്ടികൾക്ക് വെയിറ്റ് കൂടാനും ഫുഡ് അധികം ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നേരം നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ കൂടാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സിർലാക്കാണ് കേട്ടോ. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്നുണ്ട്. മറ്റൊരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീരെ വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 നേരമാണെങ്കിലും രാവിലെയും ഈവനിങ്ങുമായിട്ട് നമുക്കിത് പാലിലും അല്ലാതെ ചൂടുവെള്ളത്തിലുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൽ കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി പാലധികം കൊടുക്കാൻ താല്പര്യമില്ലാത്ത അമ്മമാർക്കാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കി എടുക്കുകയും ചെയ്യാവേ. റൈസ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായിട്ട് ഡ്രൈ ആക്കുമൊന്നും ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇത് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് അവരിട്ട് കൊടുക്കാം. ചുമന്ന അവലെടുക്കണമെന്നൊരു നിർബന്ധമില്ല. വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നും കൂടെ നല്ലത് ഈ ചുമപ്പ് തന്നെയാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഈ ചുമപ്പിന് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അവരുടെ വൈറ്റിനാകുമ്പോൾ അധികം ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു നോർമൽ അല്ലേ. അപ്പോൾ ഇതിനൊരു ചെറിയൊരു കുത്തൽ പോലെ ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ആണെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇതായിരിക്കും നല്ലത്, കുറച്ചും കൂടെ ബെറ്റർ ഇതാണ്. അതുപോലെ നല്ലപോലെ ഒന്ന് ചൂടായി മൊത്തത്തിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് മാറ്റാം. ബാക്കി ഉണ്ടായിരുന്ന പൊട്ടുകടല, കിസ്മിസ്, കാഷ്നട്ട് ഇതെല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് പെട്ടെന്നൊന്ന് ചൂടാക്കി എടുക്കാവേ. ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അടിച്ചെടുക്കണം. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഇത് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. ഫുഡൊന്നും അധികം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കും. എൻ്റെ മകളാണെങ്കിൽ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. എഗ്ഗ്, മീൻ, ചിക്കൻ, ബീഫ് ഒന്നും കഴിക്കില്ല. 3 വയസ്സായി. അപ്പോൾ ഞാൻ അവൾക്ക് ഇത് ഏതെങ്കിലും ഒരു നേരം അല്ലെങ്കിൽ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ദിവസങ്ങൾക്ക് ഇതാണ് ഞാൻ കുറുക്കി കൊടുക്കാറുള്ളത്. അവൾ കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പനങ്കൽക്കണ്ട അല്ലെങ്കിൽ കൽക്കണ്ടൊക്കെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് കുറുക്കുന്ന സമയത്ത് ആ പാലിനകത്ത് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇതും കൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് മക്കൾക്ക് കഴിച്ചോളും. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പല പാത്രത്തിലാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒറ്റ പ്ലേറ്റിലോട്ട് ഇതെല്ലാം ചൂടാക്കിയതെല്ലാം കൂടെ ഒറ്റ പ്ലേറ്റിലോട്ട് തന്നെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് ഫൈൻ രൂപത്തിൽ പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഒരുപാട് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് 3-4 ട്രിപ്പ് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ചെറിയ ജാറിലാകുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമുക്കൊരു 3-4 ട്രിപ്പായിട്ട് ഇത് അടിച്ചെടുക്കാനുള്ള എന്തായാലും ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് ആദ്യമേ ഉണ്ടാക്കി വെക്കണമെന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്ന് നോക്കിയിട്ട് ആദ്യം കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർ ഉണ്ടാക്കി അവർക്ക് കൊടുത്തതിന് ശേഷം നമുക്കൊരു അത്യാവശ്യം 1-2 ആഴ്ചത്തേക്ക് എടുക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയുടെ അളവിനനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ മതി. നല്ല രീതിയിൽ അടിച്ച് നല്ല ഫൈനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ അരികളുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ വലിയൊരു പാത്രത്തിനകത്തോട്ട് ഒരു അരിപ്പയും കൂടെ വെച്ചിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ അരിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു തരികളൊക്കെ അടിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വീണ്ടും ലാസ്റ്റിൽ അത് അടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പാത്രത്തിലേക്ക് അരിച്ചിട്ട് കൊടുക്കും. കണ്ടോ, നമ്മളങ്ങനെ അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയും കുറച്ച് തരികളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തരികൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന മിക്സും കൂടെ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് അരിച്ച് എടുക്കാം. മുഴുവനും നമ്മൾ അടിച്ചെടുത്ത് നല്ല ഫൈൻ രൂപത്തിൽ നമുക്ക് പൊടി കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് നമുക്ക് നാട്ടിൽ പാക്കറ്റിൽ മേടിക്കുന്ന അതേ സിർലാക്കിന്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ടും അവരുടെ വെയിറ്റ് ഒക്കെ കൂട്ടാനായിട്ടും ഒക്കെ അമ്മമാർക്ക് കൊടുക്കാവുന്ന ഒരു ഹെൽത്തി കുറുക്കാണ് ഇത്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു നല്ലൊരു കണ്ടെയ്നറിനകത്ത് നമുക്ക് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. 2 സ്പൂണോ 3 സ്പൂണോ ഒക്കെ ഇട്ട് നമ്മൾ പാലും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കിയെടുക്കാം. കൽക്കണ്ടമോ പനകൽക്കണ്ടമോ എന്തെങ്കിലും നമുക്ക് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ടേസ്റ്റും കൂടെ ഫീൽ ചെയ്യും. കുറച്ച് മധുരം ചെല്ലുമ്പോൾ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തായാലും ഇങ്ങനെ കുടിക്കുന്ന മധുരത്തിനും കുഴപ്പമില്ലാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കാൻ കുഴപ്പമില്ല. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് സെർലാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാ അമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്കൊന്ന് കൊടുത്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ.